മലയാള സിനിമ കൂടുതൽ സ്റ്റൈലൈസ്ഡ് ആയതോടെ ഈ ചേറാടിക്കറിയ പോലത്തെ കഥാപാത്രങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാമ്പുള്ള കഥാപാത്രങ്ങളിൽ മലയാള സിനിമയിൽ സൃഷ്ടിക്കപ്പെടില്ലേ? ചേറാടിക്കറിയ പോലെ വേറൊരു കഥാപാത്രം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചേറാടിക്കറിയ എന്ന് പറയുന്നതും അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സിനിമയിലുണ്ടാകുന്നത്. സിനിമയുടെ ഒരു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു നഗരജീവിതത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം സ്പേസ് ഉണ്ടാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് തന്നെയാണ് പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോഴുള്ള പുതിയ സിനിമയിൽ കാണുന്ന ജീവിതമാണോ ശരിക്കും യഥാർത്ഥ ജീവിതം? അതല്ല ഇപ്പം ഇപ്പോഴുള്ള ചെയ്യുന്ന പല സിനിമകളെ പറ്റി ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. അല്ല, അവരുടെ ഓരോ തോട്ട്സാണത്. അത് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയണമെന്ന് അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവും. വളരെ റൂട്ടഡാണ്. ശ്രീനിവാസൻ്റെ മകൻ അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ, മറ്റേ അയാൾ ഒരു ടെലിഫോൺ കളഞ്ഞു കിട്ടിയിട്ട് ചാപ്പാക്കുരിശ് എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയത്തിന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആ കഥാപാത്രം എത്ര റൂട്ടഡാണ്. അയാൾ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ഈ എറണാകുളത്തെ ഏത് നഗരവീഥിയിലേക്ക് ഇറങ്ങിയാലും നമ്മൾ കണ്ടുമുട്ടുന്ന ചെറുപ്പക്കാരിലെല്ലാം ആ എലമെൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്നുണ്ടാവുന്ന കഥാപാത്രങ്ങൾക്ക് മാത്രമേ, നമ്മുടെ ചെറുപ്പക്കാരേതോ വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ കുടിപാർക്കുന്ന ആളുകളല്ല, അവർ അടുത്ത ജനറേഷനാണ്. നമ്മുടെ രുചികളിൽ നിന്നവർക്ക് നമ്മുടെ അഭിരുചികളിൽ നിന്ന് വ്യത്യസ്തമായ അഭിരുചികളുണ്ടാവും. ഈ ഇപ്പോൾ ഒരു പുതിയ ഗാഡ്ജറ്റുകളുടെ ഒരു ലോകമാണ്. ഒരു സെൽഫോൺ കൊടുത്തിട്ട് ഒരു പഴയ ജനറേഷനിലുള്ള ഒരാളുടെ കൊടുത്തിട്ട് ഒരു മെസ്സേജൊക്കെ അയക്കാൻ പറഞ്ഞാൽ തപ്പിപ്പോവും. പക്ഷേ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൊടുത്താൽ അവൻ പെട്ടെന്ന്, കാരണം അവൻ ഈ അഡാപ്റ്റേഷനിലേക്കാണ്. പക്ഷേ അവനോട് ഒരു മണ്ണിലൊന്ന് ഹരിശ്രീ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. മലയാളം എന്ന് പറയുന്ന ഭാഷ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഏറ്റവും ഇപ്പം ഭാര്യ ഭർത്താവെന്നല്ലേ ഇപ്പം പറയുന്നത്. അതെ, ഉച്ചാരണം മാറിപ്പോയി. അത് കുഴപ്പമില്ല, സ്റ്റൈലായി, അതാണ് ശരിയെന്ന് പറയുന്നു. ഇനി നമ്മൾ ഭർത്താവ് എന്ന് പറഞ്ഞാലേ അയാളുടെ എന്താണ് അയാൾ ഈ പറയുന്നത് ചോദിക്കുന്ന അടുത്ത ജനറേഷൻ വരും. ആ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. പിന്നെ മലയാളം പറയുന്ന വടിവ് മാറിപ്പോയി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് മലയാളവും അല്ല ഇംഗ്ലീഷും അല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കൊരു അത് കൊള്ളാവുന്ന. ഈ നെടുനീളം ഡയലോഗുകൾ എഴുതുന്നത് താങ്കളെ പോലത്തെ നടന്മാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരുന്നു? എന്നാലും സത്യം ഇങ്ങനെ ഇരുത്തിക്കെന്ന് പറയാം. സിനിമയ്ക്ക് ഈ ആവശ്യമില്ലാത്ത ഡയലോഗ് വേണ്ട എന്നാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആ മാധ്യമത്തിൻ്റെ ഞങ്ങൾ പ്രേക്ഷകൻ ഞങ്ങൾ കണ്ണോടാണ് പോയി നീ ഒന്നും പറയണ്ട, ഇതാണ് പ്രേക്ഷകൻ്റെ മാസം. അതല്ല, ഞാൻ പറയും, ഞാൻ നിന്നെ അത് കേൾപ്പിക്കും, നീ അത് മനസ്സിലാക്കും, നിന്നെ ഞാൻ വിശ്വസിപ്പിക്കും, നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് ഇത്രയും അങ്ങനെയുടെ ഡയലോഗ് കൊണ്ടല്ലേ അത്രയും സിനിമകൾ ഓടിയത്. ആദ്യമായിട്ട് കേരളത്തിലെ പ്രേക്ഷകരോടാ ഞാൻ പറയുന്നത്, എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് അമ്പലപ്പുറമ്പുകളിലും ഫാൻസ് ഈ മറ്റേ നമ്മുടെ ക്ലബ്ബുകളിൽ, ആർട്സ് ക്ലബ്ബുകളുടെയും വേദികളിൽ സാധാരണ നാടകം കാണാൻ വന്നിരുന്ന ആളുകളോട് ലോകത്തിൻ്റെ മുഴുവൻ തത്വചിന്തകളും മുഴുവൻ വിപ്ലവ ചിന്തകളും ഒരു പ്രസംഗം പോലെ അടിച്ചേൽപ്പിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഹരം കൊണ്ട് കണ്ടെഴുന്നേറ്റ് പോയിട്ടില്ലേ ഒരു കാലഘട്ടം മുഴുവൻ. പക്ഷെ നടന്മാർക്ക് ശ്വാസം മുട്ടുന്ന ഉണ്ടായി. ഞാൻ മുട്ടിക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷെ മുട്ടിയിട്ടുണ്ട്. സത്യമാണ്. എനിക്ക് തന്നെ സത്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, ആ ഡയലോഗ് അത്രയും നീട്ടരുതായിരുന്നു. ഇപ്പോൾ പ്രജ പോലെ ഒരു സിനിമയിൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോഹൻലാലിനെ നിങ്ങൾ ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ റെൻഡറിങ്ങിലുള്ള ചില ലിമിറ്റേഷൻസ് ഒരുപക്ഷെ എൻ്റെ ഈ നീളത്തിലുള്ള ഡയലോഗുകൾ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലാലിൻ്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ വല്ലാണ്ട് എഴുന്നു വന്നിട്ട് സിനിമ കാണുമ്പോൾ ഷൂട്ടിങ്ങിനിടയ്ക്ക് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഞാനും ലാലും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാൽ പറയണ നമ്മൾ ഡബ്ബിങ്ങിൽ അത് മാറ്റില്ലേ, നമ്മളത് ശരിയാക്കില്ലേ. പക്ഷേ ആ പരിമിതി അല്ലെങ്കിൽ ആ പ്രത്യേകത മനസ്സിലാക്കി എഴുതാൻ എനിക്ക് കഴിയാതെ പോയി എന്നുള്ളത് പ്രജ എന്ന് പറയുന്ന സിനിമയുടെ വലിയൊരു പരാധീനതയാണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് പറയാം, ഒരു ടൺ എടുത്ത് കയ്യിലോട്ട് കൊടുത്താലും അവനിത് ചവച്ചരച്ച്. വലിയ ഡയലോഗുകൾക്ക് തീർച്ചയായിട്ടും ഇനി സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കൊരു ഉൾഭയമുണ്ട് ഇനി വലിയ ഡയലോഗുകളുടെ അതൊരു കാലം കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി പത്രം എന്ന് പറയുന്ന സിനിമയിൽ ഒരു കടലാസ് നിറച്ചും 2 പായ നിറച്ചും ഡയലോഗ് എഴുതി കൊടുത്തിട്ട് ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, മഞ്ജു ഇന്ന് നിനക്ക് കാര്യമായ ഡയലോഗ് ഉണ്ട്, നീ ഇത് പഠിക്കുന്നോ മാറിയിരുന്നത്? മഞ്ജു ബോധർ ചെയ്തില്ല. അവിടെ നടന്നിട്ട് ഷൂട്ടിന് തൊട്ട് മുമ്പ് ഇതുമായിട്ട് എഴുന്നേറ്റ് അവിടം വരെ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ കുട്ടി ആ ഡയലോഗ് ക്ലീനായിട്ട് നമ്മുടെ യാതൊരു സഹായവുമില്ലാതെ അത് പറയാനുള്ള കൾച്ചർ ആ കുട്ടിക്കുണ്ടായിരുന്നു. ഭാഷയുടെ ആ നിലയ്ക്കുള്ള വെല്ലുവിളികൾ ഏറ്റുവാങ്ങാൻ പാകത്തിലുള്ള കരുത്ത് പുതിയ ജനറേഷനിലെ എത്ര നടന്മാർക്കുണ്ടെന്ന് എനിക്കറിയില്ല. അത് പരീക്ഷിച്ചാൽ പൃഥ്വിരാജിന് പറ്റും, ഫഹദിന് പറ്റും, പറ്റാത്ത കാര്യമൊന്നുമല്ല.
നമ്മളതിന് വേണ്ടി ഒരു ശ്രമം അത്രേ ഉള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നീളൻ ഡയലോഗുകളുടെ ഒരു കാലമായിരിക്കില്ല ഇനി സിനിമയിൽ. എനിക്ക് തീർച്ചയായിട്ടും ആ ഭയമുണ്ട്. ഞാൻ നീളം പക്ഷേ ഞാൻ പറയും, ഒരു കഥാപാത്രം അങ്ങനെ ഡയലോഗ് പറഞ്ഞ കഥാപാത്രം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയുന്ന ആളായിരിക്കണം. ഈ സിനിമയ്ക്ക് പുറത്തുള്ള നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണ്? 25 വർഷത്തിന് മേളിൽ ഉള്ള ഒരു സൗഹൃദം ഞങ്ങൾക്കുണ്ട്. വ്യക്തിപരമായ സൗഹൃദമുണ്ട്. ഞാൻ വിജയരാഘവൻ്റെ വീട്ടിലാണ് ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്നത് എറണാകുളത്ത്. പിന്നീട് ആ വീടാണ് വിജയരാഘവൻ എനിക്ക് വിറ്റതും ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഈ സൗഹൃദം എന്ന് പറയുന്നത് സിനിമയ്ക്ക് പുറത്ത് വളരെ ഊഷ്മളമായ ഒരു അല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം തുറന്നു പറയുന്ന ഒരു സുഹൃത്തിനും ചെയ്യാം. വേറെ അധികം ആൾക്കാരില്ല എനിക്ക്. അപ്പോൾ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.